നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിഫി ഫസൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രക്തവും രക്തത്തിലെ പല ഘടകങ്ങളും ആ ഘടകങ്ങൾ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നും അത് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം എന്നുമുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി രക്തത്തിലെ പല ഘടകങ്ങൾ ഏതാണെന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ചുവന്ന രക്താണുക്കൾ അഥവാ റെഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ WBCs, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, അതുപോലെ പ്ലാസ്മ. ഈ 4 ഘടകങ്ങളാണ് രക്തത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഈ ഓരോ ഘടകങ്ങൾക്കും അതിൻ്റേതായ ഫങ്ഷൻസുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ഡെഫിഷ്യൻസി അത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ട് അതിലൊരു പ്രയാസം വരികയോ നേടുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഈ ഘടകങ്ങൾ, അതിനെയാണ് നമ്മൾ ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണ് പൊതുവേ ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിംഗ് മൂലമോ ഉണ്ടാവുന്ന ബ്ലഡ് ലോസ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു വിഭാഗം എന്ന് പറയുന്നത് ബ്ലഡ് ലോസ് മൂലം ഈ ഘടകങ്ങൾ, രക്തവും രക്തത്തിന് അനുബന്ധമായി കിടക്കുന്ന ഘടകങ്ങളും നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. അതായത് ബ്ലഡ് ലോസ് വന്നിട്ടുള്ള പേഷ്യൻസ്. അത് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വഴി ആകാം, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ ഡെലിവറിക്ക് ശേഷമുള്ള അനിയന്ത്രിതമായ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ്. ഇവരാണ് പ്രധാനമായിട്ടും ഒരു പേഷ്യൻ്റ് പോപ്പുലേഷൻ ട്രാൻസ്ഫ്യൂഷൻ റിസീവ് ചെയ്യുന്നത്. ഇനി ഈ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് ട്രാൻസ്ഫ്യൂഷൻ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. കറക്റ്റ് സമയത്തിന്, അതായത് കിട്ടേണ്ട സമയത്തിന് ആ ബ്ലഡ് അവർക്ക് ലഭ്യമാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസാണ്. അതായത് കീമോ എടുക്കുന്ന പേഷ്യൻസിൽ പൊതുവെ രക്താണുക്കളുടെ ഒരു അളവ് കുറയുകയും അതുമൂലം അവർക്ക് പല രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്ന മറ്റൊരു മേജർ വിഭാഗം. പിന്നെയുള്ളത് ട്രാൻസ്ഫ്യൂഷൻ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതായത് കുട്ടികളിലാണെങ്കിൽ താലസീമിയ, സിക്കിൾ സെൽ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ എപ്ലാസ്റ്റിക് അനീമിയ, അല്ലെങ്കിൽ കിഡ്നി അസുഖങ്ങളുള്ള പേഷ്യൻസ്, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ്. ഇവരിലും ഒക്കെ പ്രധാനമായിട്ടും ട്രാൻസ്ഫ്യൂഷൻ റെഗുലറായിട്ട്, തലസീമിയ പേഷ്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിവിയർ ആണെങ്കിൽ മാസത്തിൽ 1 എന്ന കണക്കിൽ പലർക്കും ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാക്കേണ്ടതായിട്ട് വരാറുണ്ട്. ആർക്കൊക്കെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും സേഫായി പറയപ്പെടുന്ന ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത് വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സാണ്. എന്താണ് ഈ വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ്? അതായത് ഒരു പ്രതിഫലേച്ഛയും കൂടാതെ സ്വയമേ ആർക്കാണോ താൻ രക്തം കൊടുക്കുന്നത് എന്ന് അറിയാതെ ദാനം ചെയ്യുന്ന ഒരു ഡോണറിനെയാണ് നമ്മൾ വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ബ്ലഡ് ഡോണർ എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള റെമ്യൂണറേഷനും അയാൾ സ്വീകരിക്കുന്നതല്ല. അത് പണത്തിൻ്റെ ആയാലും അതും മറ്റു വിഭവങ്ങളുടെ ഏതെങ്കിലും ഒരു രീതിയിലാണെങ്കിലും പ്രതിഫലം വാങ്ങാതെ ഡൊണേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും? 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആരോഗ്യവാനായ ആർക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. 60 വയസ്സിന് മുകളിലാണെങ്കിൽ, ഫസ്റ്റ് ടൈം ഡോണർ ആണെങ്കിൽ യൂഷ്വലി ബ്ലഡ് ബാങ്കിൽ അവരെ ഡോണറായിട്ട് കൺസിഡർ ചെയ്യുന്നതല്ല. അല്ലാത്ത എല്ലാവർക്കും ആരോഗ്യവാന്മാരാണ് ഒരു ഡോണർ സ്ക്രീനിങ് എല്ലാ ബ്ലഡ് ബാങ്കുകളിലും നടക്കുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്യുക, ഡോണർക്ക് വന്ന് രജിസ്റ്റർ ചെയ്യാം ബ്ലഡ് ബാങ്കിൽ. അതിനുശേഷം ഒരു ഡോണർ സ്ക്രീനിങ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ആ മെഡിക്കൽ എക്സാമിനേഷനിൽ അവിടെയുള്ള മെഡിക്കൽ ഓഫീസറിന് ഫിറ്റാണെന്ന് ഉറപ്പ് ഉള്ള എല്ലാ ആളുകളെയും, ഈ 18നും 65നും വയസ്സിലുള്ള ആളുകളെ നമുക്ക് ഡോണറായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഡൊണേഷൻ വരുന്നതിന് മുന്നേ ഈ ഡോണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഹൈ റിസ്ക് ബിഹേവിയർ എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അതായത് HIV പോലെയുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ള രക്തം വഴി പകരുന്ന അസുഖങ്ങൾ വരാൻ ഇടയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വയമേ രക്തദാനത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ
ഒരാൾ കൊടുക്കുന്ന രക്തത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പ്രൈമറി ചുമതല ആ ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ബിഹേവിയേഴ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഈ രക്തദാനത്തിൽ നിന്നും സ്വയം മാറി നിൽക്കുക. ഹീമോഗ്ലോബിൻ എത്രയായിരിക്കണം ഒരാൾ ഡൊണേറ്റ് ചെയ്യാൻ വരുമ്പോൾ? 12.5 മുകളിലുള്ളതാണ് നമ്മൾ ബ്ലഡ് ഡോണേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തലേന്ന് നന്നായി ഉറങ്ങുകയും 3 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുകയും നല്ല വിശ്രമവും എടുക്കുകയും ചെയ്തിട്ട് വേണം ബ്ലഡ് ഡൊണേഷന് രാവിലെ വരാനായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ഡൊണേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഡൊണേഷൻ കഴിഞ്ഞാൽ ഹെവി വർക്കുകൾ, ഹെവി എക്സസൈസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഉയരത്തിൽ ജോബ് ചെയ്യുന്നവർ അന്നത്തെ ദിവസം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് പോസ്റ്റ് ഡൊണേഷൻ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഇനി നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ബ്ലഡ്, ഈ ഡോണേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡിന് എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ബാങ്കിൽ ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യും. ആ എടുക്കുന്ന ബ്ലഡ് അതുപോലെയല്ല നമ്മൾ കൊടുക്കുന്നത്. അതിനെ പല ഘടകങ്ങളായിട്ട് വേർതിരിക്കുന്നു. അതായത് പാക്ഡ് റെഡ് സെൽ, പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്സ്, പ്ലാസ്മ, ക്രയോ പ്രിസിപ്പിറ്റേറ്റ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് 4 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു ഡൊണേഷനിൽ നമ്മൾ 4 ജീവനുകളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ഈ എടുക്കുന്ന ബ്ലഡിൽ നമ്മൾ നടത്തുന്നത്? 5 പ്രധാനമായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ്, മലേറിയ. ഈ 5 അസുഖങ്ങളാണ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്. രക്തദാനം മഹത്തരമാണെന്ന് പറയുന്നതിൻ്റെ റീസൺ നമ്മൾക്കറിയാം. നമ്മൾ പല അസുഖങ്ങൾക്കും പല മരുന്നുകളും നമ്മൾ ഫാക്ടറി ലെവലിൽ പലതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ബ്ലഡ് മാത്രം നമ്മൾക്ക് ഇതുവരെയ്ക്കും ഒരു ഫാക്ടറിയിലും സക്സസ്ഫുള്ളി നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതായത് ട്രയൽസ് നടക്കുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് ഇതുവരെയ്ക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്ലഡ് പോലെ ഇരിക്കുന്ന ഒരു മരുന്ന് നമുക്ക് ഒരു ഫാക്ടറിയിലും ഇതുവരെയ്ക്കും ഉൽപ്പാദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് രക്തം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ രക്തം റിസീവ് ചെയ്യണമെങ്കിൽ മറ്റൊരു വ്യക്തി രക്തം കൊടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് രക്തദാനത്തെ ഇത്രയും മഹത്തരമായ ഒരു കർമ്മമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.